Hi, good morning. Hope you are all doing well. Welcome to Law, Life and Layout YouTube channel. Today I am going to discuss a new act, Protection of Civil Rights Act 1955. This act relating to fundamental right Article 17 abolition of untouchability. For implementation of the Article 17 enacted by Parliament, that the Act relating to fundamental right article abolition of untouchability. Protection of civil right means right accrued to a person due to Article 17 abolition of untouchability to be implemented. അതായത് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് പുതിയൊരു ആക്റ്റാണ്, പുതിയൊരു നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1955, 1985 സിവിൽ റൈറ്റ് പ്രൊട്ടക്ഷൻ നിയമം. ദിസ് ആക്ട് റിലേറ്റിംഗ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഈ നിയമം ഭരണഘടനയുടെ 17 അനുച്ഛേദത്തിലുള്ള അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇവിടേക്ക് എതിരായിട്ടുള്ള ഒരു നിയമമാണിത്. ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ആർട്ടിക്കിൾ 17 ഇനാക്റ്റഡ് ബൈ പാർലമെൻറ്റ് നടപ്പിലാക്കിയ 17 അനുച്ഛേദം, അതിനെ പറ്റിയുള്ള നിയമങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ പൗരാവകാശം സംരക്ഷണം മീൻസ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് മീൻസ് സിവിൽ റൈറ്റ് മീൻസ് റൈറ്റ് accrued to a person due to Article 17 abolition of untouchability. അതായത് ഒരു വ്യക്തിക്ക് 17 അനുച്ഛേദ പ്രകാരം എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനാണ് ഈ നിയമം. The President assented this bill on 8th May 1955. പ്രസിഡന്റ് ഈ ബില്ലിൽ ഒപ്പിട്ടത് 8th May 1955 1985 May 8. This bill commenced from 1st June 1955. ഈ ബിൽ നടപ്പിലാക്കി തുടങ്ങിയത് 1st June 1955. The bill was amended on 1976. 1976 ഈ ബില്ല് ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു. Formerly its name was Untouchability Offence Act. This name was changed on 9th November 1970. Formerly its name was Untouchability Offence Act. The name was changed on 9th November 1976. ആദ്യം ഈ നിയമത്തിൻ്റെ പേര് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് എന്നായിരുന്നു. പിന്നീട് ഈ പേര് മാറ്റി 9th November 1976 ഇതിൻ്റെ പേര് മാറ്റി. The bill contains 17 sections. 17 വകുപ്പ്, 17 സെക്ഷൻസ് ഈ ബില്ലിലുണ്ട്. പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആർ ഡിസ്കസ്ഡ്. ഓൺലി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആർ ഡിസ്കസ്ഡ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് എക്സ്റ്റെൻറ്റ്. സെക്ഷൻ 1 always defines short title commencement and extent.
Then the name of the act is the Protection of Civil Rights 1955. It commences from 1st June 1955. It extends all over India. In ബില്ലിൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് 1975. ഇത് പ്രവർത്തനം തുടങ്ങിയത് ഈ ബില്ല് കമൻസ് ഫ്രം 1st June 1951. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ഓൾ ഓവർ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ഈ നിയമം ബാധകമാണ്. Then section 2 defines. Section 2 always discuss about definitions, important definition. Second, section 2a, civil right. Civil right means rights accrued to a person due to Article 17, abolition of untouchability. 2a, it is very important. What is civil right? Civil right means rights accrued to a person due to Article 17, abolition of untouchability. സിവിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലഭ്യമായ അവകാശം ആർട്ടിക്കിൾ 17 അനുച്ഛേദം ഭരണഘടന അനുച്ഛേദം 17 പ്രകാരം എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയ ആ ആർട്ടിക്കിൾ അനുച്ഛേദ പ്രകാരം ഒരു വ്യക്തിക്കുണ്ടാകുന്ന അവകാശമാണ് സിവിൽ റൈറ്റ്. Then second, next one, 2b, place. Place, what is place? It includes house, building, premises, tents, vessels and vehicle. That place has elaborate meaning here. Place means it includes house, വീടുകൾ, ബിൽഡിംഗ്, കെട്ടിടങ്ങൾ, പ്രമിസസ്, അതായത് ഒരു ചുറ്റുപാടുള്ള ഒരു വീടിൻ്റെ മറ്റ് ചുറ്റുപാടുകൾ, ടെൻസ്, വെസൽസ് ആൻഡ് വെഹിക്കിൾ, അതായത് വാഹനങ്ങൾ, കപ്പലുകൾ, ഇതൊക്കെ പ്ലേസ് എന്നതിൽ ഉൾപ്പെടും. ദെൻ നെക്സ്റ്റ് വൺ, സെക്ഷൻ 2a, hotel. What is the meaning, definition of hotel? Here also elaborate. Hotel include a refreshment room, boarding house, lodging house, coffee house, cafe. That hotel means elaborate meaning includes refreshment rooms, boarding house, lodging house, coffee house, cafe. അത് ഹോട്ടൽ എന്ന് ഉൾക്കൊള്ളുന്നത് റിഫ്രഷ്മെൻ്റ് റൂം, അതുപോലെ ബോർഡിംഗ് ഹൗസ്, ലോഡ്ജിങ് ഹൗസുകൾ, കോഫി ഹൗസുകൾ, കാഫെ, ഇതൊക്കെ ഹോട്ടൽ എന്നതിൽ ഉൾപ്പെടും. ദെൻ 2c, പ്ലേസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. പ്ലേസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് വേർ പബ്ലിക് ആർ admitted, ലൈഫ് എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ്. അതായത് വേർ പബ്ലിക് ആർ admitted and for life entertainment and provided there. That was example, cinema theater, place of exhibitions, sports, games, stadium for games, all included. Place of public entertainment, അതായത് വിനോദത്തിൻ്റെ ആവശ്യത്തിന് കൂടിച്ചേർന്ന സ്ഥലങ്ങൾ. ഇവിടെ പബ്ലിക് ആർ അഡ്മിറ്റഡ് ഫ്രീലി ആൻഡ് ലൈഫ് എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ്, അതായത് ജനങ്ങളെ പ്രവേശിപ്പിക്കുകയും അവിടുന്ന് വിനോദത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതായത് സിനിമ തിയേറ്റർ, എക്സിബിഷൻ സ്ഥലം, സ്പോർട്സ് ഗെയിംസ് നടക്കുന്ന സ്റ്റേഡിയങ്ങൾ ഒക്കെ പ്ലേസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റിൽ ഉൾപ്പെടുന്നു. 2d, പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ്. പ്ലേസ് ഓഫ് പബ്ലിക്, അതായത് പ്ലേസ് ഫോർ പബ്ലിക് വർഷിപ്പ്, പബ്ലിക് റിലീജിയസ് വർഷിപ്പ് or prayer. Public religious worship or prayer. Privately owned place for public worship. അപ്പോൾ ഇതിൽ കൂടുന്നത് ആരാധനാലയങ്ങൾ, എല്ലാ മതത്തിൻ്റെ ആരാധനാലയങ്ങൾ, അത് കൂടാതെ പ്രൈവറ്റ്ലി ഓൺഡ് പ്ലേസ് ഫോർ പബ്ലിക് വർഷിപ്പ്, അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ആരാധനാലയം, പക്ഷെ അത് പബ്ലിക്കിനെ പ്രവേശിക്കുന്ന സ്ഥലം, പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള
സ്വകാര്യ വ്യക്തിയുടെ ആരാധനാലയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവിടെ അതായത് അവിടെ പ്രവേശിക്കാതെ അൺടച്ചബിലിറ്റി കാരണം അവരെ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാതെ കഴിഞ്ഞാൽ അതൊരു ഓപ്പൻസാണ്. 2DA Scheduled Caste means as mentioned Article 366 subsection 24 of the Constitution. That means scheduled caste. What is mean by scheduled caste? Scheduled caste definition അല്ല. scheduled caste ഭരണഘടനയിൽ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉദ്ദേശിച്ചത്? അത് ഭരണഘടനയിലെ 366 അനുച്ഛേദത്തിൽ ക്ലോസ് 24 പറഞ്ഞ പ്രകാരമുള്ള ജാതികളൊക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെടും. ഷെഡ്യൂൾഡ് കാസ്റ്റ് മീൻസ് as mentioned Article 366 clause 24 of the Constitution. Then next one, 2 is shop. Any place or premises where goods are sold wholesale or retail. That means any place where or premise where goods are sold wholesale or retail. അതായത് വ്യാപാര സ്ഥലങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം. ഗുഡ്സ് ആർ സോൾഡ് ബൈ ഹോക്കേഴ്സ് ആൻഡ് വെണ്ടർ ഓർ മൊബൈൽ വാൻ ഓർ കാർട്ട്. അത് ഗുഡ്സ് ആർ സോൾഡ് ബൈ ഹോക്കേഴ്സ്, നടന്നുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്നവർ. അതുപോലെ വെണ്ടേഴ്സ് ഓർ മൊബൈൽ വാൻ ഓർ കാർട്ട്, വാഹനങ്ങൾ വഴി സാധനങ്ങൾ വിൽക്കുന്നത് ഒക്കെ. മാത്രമല്ല ലോണ്ട്രി ആൻഡ് ഹെയർ കട്ടിംഗ് സലൂൺ ആൾസോ ഇൻക്ലൂഡ് ഷോപ്പ്. ലോണ്ട്രി, ഹെയർ കട്ടിംഗ് സലൂൺ ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. പ്ലേസ് വെയർ റെൻഡറിങ് സർവീസ് ടു സിറ്റിസൺ. മാത്രമല്ല ഏത് ഷോപ്പുകളും മറ്റുള്ളവർക്ക് സർവീസ് നൽകുന്ന സ്ഥലവും ഷോപ്പുകൾ ഉൾപ്പെടും. ഇപ്പം ഉദാഹരണം ഒരു കമ്പ്യൂട്ടർ കാഫെ, ഇൻ്റർനെറ്റ് കാഫെ ഒക്കെ അതിൽ പെടും. പണിഷ്മെൻറ്റ് ഫോർ ഡിസബിലിറ്റീസ്. പണിഷ്മെൻറ്റ് ഫോർ ഡിസബിലിറ്റീസ് സെക്ഷൻ 3 പണിഷ്മെൻറ്റ് ഫോർ റിലീജിയസ് ഡിസബിലിറ്റി. മതപരമായ വിഷമങ്ങൾ മതപരമായ ഡിസബിലിറ്റി, റിലീജിയസ് ഡിസബിലിറ്റി പറഞ്ഞാൽ പ്രിവെൻറ്റിങ് ഫ്രം എ പേഴ്സൺ ടു എൻ്റർ റിലീജിയസ് വർഷിപ്പിംഗ് പ്ലേസ്. ഇപ്പോൾ ഒരു വ്യക്തിയെ ആരാധനാലയങ്ങൾ പ്രവേശിക്കുന്നത് തടയുക. ടെമ്പിൾ, ക്ഷേത്രങ്ങൾ, ആരാധനാ ക്ഷേത്രങ്ങൾ, സീക്രട്ട് ബാത്തിങ് പ്ലേസ് ഡ്യൂ ടു അൺടച്ചബിലിറ്റി കോസിങ് പണിഷ്മെൻറ്റ്. അതായത് ആരാധനാലയങ്ങളും അതുപോലെ ക്ഷേത്ര കുളിക്കടവ് പ്രവേശിക്കുന്നതൊക്കെ തടയുന്നത് ശിക്ഷാർഹമാണ്. ഇംപ്രിസൺമെൻറ്റ് ഫ്രം 1 month to 6 months ആൻഡ് ഫൈൻ ₹100 to 500. അതിന് തടവ് ശിക്ഷ 1 മാസം മുതൽ 6 മാസം വരെയും ഫൈൻ ₹100 മുതൽ ₹500 അത് സെക്ഷൻ 3 ആണ്. പണിഷ്മെൻറ്റ് ഫോർ റിലീജിയസ് ഡിസബിലിറ്റി. വാട്ട് ഈസ് റിലീജിയസ് ഡിസബിലിറ്റി? പ്രിവെൻറ്റിംഗ് ഫ്രം എ പേഴ്സൺ ടു എൻ്റർ റിലീജിയസ് വർഷിപ്പിംഗ് പ്ലേസ്, ടെമ്പിൾ, സീക്രട്ട് ബാത്തിങ് പ്ലേസ് ഡ്യൂ ടു അൺടച്ചബിലിറ്റി കോസിങ് പണിഷ്മെൻറ്റ്. ഇംപ്രിസൺമെൻറ്റ് ഫ്രം 1 month to 6 months ആൻഡ് ഫൈൻ ₹100 to 500. Then section 4 പണിഷ്മെൻറ്റ് ഫോർ സോഷ്യൽ ഡിസബിലിറ്റി. അതായത് സാമൂഹികമായ അനാചാരങ്ങൾക്ക് എതിരെയുള്ള ശിക്ഷ. പണിഷ്മെൻറ്റ് ഫോർ സോഷ്യൽ ഡിസബിലിറ്റി. പ്രിവെൻറ്റിംഗ് എൻ്റർ ഫ്രം ഷോപ്സ്, public restaurants, public entertainments. Preventing using utensils in hotel. Preventing from a person to do a career, profession or business. Preventing from using river or tank, road or road to cremation ground or prevent using charity purpose place.
അതായത് സാമൂഹ്യമായ സമത്വം ആണ് സെക്ഷൻ 4 പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ സോഷ്യൽ ഡിസബിലിറ്റി, പ്രിവെൻറ്റിങ് എൻ്റർ ഫ്രം ഷോപ്പിൽ പ്രവേശിക്കാൻ പാടില്ല, പബ്ലിക് പ്ലേസിൽ പ്രവേശിക്കുമ്പോൾ, പബ്ലിക് റെസ്റ്റോറൻറ്റ്, പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് പ്ലേസ്, പൊതുവായി പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള വിനോദ കേന്ദ്രങ്ങളിൽ തൊട്ടുകൂടായ്മ പ്രകാരം ഒരു വ്യക്തിയെ, ഒരു SC/ST പേഴ്സണെ പ്രവേശിപ്പിക്കാതിരിക്കുന്ന ശിക്ഷാർഹമാണ്. പ്രിവെൻറ്റിങ് യൂസിങ് യൂട്ടൻസിൽ ഹോട്ടൽസ്, അതായത് ഒരു ഹോട്ടലിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നിഷേധിക്കുന്നത്. പ്രിവെൻറ്റിങ് ഫ്രം എ പേഴ്സൺ ടു ഡു എ കരിയർ, പ്രൊഫഷൻ ഓർ എ ബിസിനസ്, ഒരു വ്യക്തിക്ക് SC/ST പട്ടികജാതിക്കാരനായ വ്യക്തിയായതുകൊണ്ട് കാരണം അവനൊരു ജോലിയോ ഒരു ഉദ്യോഗമോ ഒരു കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ നിഷേധിക്കുന്നത് ശിക്ഷാർഹമാണ്. പ്രിവെൻറ്റിങ് ഫ്രം യൂസിങ് റിവർ ഓർ ടാങ്ക്, റോഡ് ഓർ ക്രിമേഷൻ ഗ്രൗണ്ട്, അതായത് ഒരു വ്യക്തി പുഴയോ കുളമോ റോഡുകളോ അതുപോലെ ക്രിമേഷൻ ഗ്രൗണ്ട്, ശ്മശാനമോ ഉപയോഗിക്കുന്നത് തടയുന്നതും ശിക്ഷാർഹമാണ്. പ്രിവെൻറ്റ് യൂസിങ് ചാരിറ്റബിൾ പർപ്പസ് പ്ലേസ്, ചാരിറ്റബിൾ പർപ്പസിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതും ശിക്ഷാർഹമാണ്. പ്രിവെൻറ്റിങ് ഫ്രം ബെനിഫിറ്റ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നത് തടയുന്നതും ശിക്ഷാർഹമാണ്. പ്രിവെൻറ്റിങ് പബ്ലിക് കൺവീനിയൻസ് ഹിൻഡർ ടു കൺസ്ട്രക്ട് ഹൗസ് ഓർ സെൽ ഓർ ബൈ പ്രോപ്പർട്ടി, പ്രിവെൻറ്റ് ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് സെറിമണി ഓർ റിലീജിയസ് ഓർ പ്രൊസഷൻ ഇൻ ദ ഗ്രൗണ്ട് ഓഫ് ഡ്യൂ ടു അൺടച്ചബിലിറ്റി കോസിംഗ് പണിഷ്മെൻറ്റ്, ഇംപ്രിസൺമെൻറ്റ് ഫ്രം 1 month to 6 months and fine ₹100 to 500. അതായത് മറ്റു കാര്യങ്ങൾ. പ്രിവെൻറ്റിങ് ഫ്രം ബെനിഫിറ്റ് ടു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് തടയുക. അതുപോലെ പ്രിവെൻറ്റിങ് ഫ്രം പബ്ലിക് കൺവീനിയൻസ് ഹിൻഡർ ടു കൺസ്ട്രക്ട് ഹൗസ്, പ്രിവെൻറ്റിങ് ഫ്രം പബ്ലിക് കൺവീനിയൻസ് മീൻസ് വാഹനങ്ങൾ, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയുക. ഹിൻഡർ ടു കൺസ്ട്രക്ട് ഹൗസ്, വീടുകൾ നിർമ്മിക്കാവുന്നത് തടയുക. അതുപോലെ വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതും തടയുക. ഇതൊക്കെ ശിക്ഷാർഹമാണ്. പാർട്ടിസിപ്പേറ്റിംഗ് സെറിമണി ഓർ റിലീജിയസ് ഓർ പ്രൊസഷൻ, അതായത് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു മതപരമായ ആഘോഷങ്ങളിൽ, മതപരമായ ജാഥകളിൽ പങ്കെടുക്കുന്നത് തടയുക. ഇതൊക്കെ അൺടച്ചബിലിറ്റി കാരണം തടയുന്നത്. അൺടച്ചബിലിറ്റിയാണ് പറയുന്നത്, തൊട്ടുകൂടായ്മ പറഞ്ഞിട്ട് തടയുന്നത്. അത് ശിക്ഷാർഹമാണ്. 1 മാസം മുതൽ 6 മാസം വരെ ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ വരെ ഫൈനും ഉണ്ടായിരിക്കുന്നതാണ്. സെക്ഷൻ 5 പണിഷ്മെൻറ്റ് ഫോർ നോട്ട് അഡ്മിറ്റിംഗ് ടു ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പൊതുജനങ്ങൾക്ക് പ്രവേശിപ്പിക്കുന്ന ഹോസ്പിറ്റൽ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ പ്രവേശിപ്പിക്കുന്നത് അൺടച്ചബിലിറ്റി കാരണം, തൊട്ടുകൂടായ്മ കാരണം തടയുന്നത് ശിക്ഷാർഹമാണ്. ആൻഡ് വെൻ അഡ്മിറ്റഡ് എ പേഴ്സൺ ടു ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, discriminatory action meted to him or her on the grounds of untouchability causing punishment, imprisonment from 1 month to 6 months to ₹100 to 500. അതായത് ആ ഹോട്ടലിലും എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ പ്രവേശിച്ചാൽ തന്നെ അവരോട് ഒരു വിവേചനപൂർവമായി പെരുമാറുന്നതും ശിക്ഷാർഹമാണ്. അതെ, അൺടച്ചബിലിറ്റി കാരണം അവനോട് പ്രത്യേകമായ രീതിയിൽ പെരുമാറുന്നത് ശിക്ഷാർഹമാണ്. അത് തടവ് ശിക്ഷ 1 മാസം മുതൽ 6 മാസം വരെയും 100 രൂപ മുതൽ 500 രൂപ വരെ ഫൈനും ഈടാക്കുന്നതാണ്. സെക്ഷൻ 6 പണിഷ്മെൻറ്റ് ഫോർ നോട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ റെൻഡർ സർവീസ് ടു എ പേഴ്സൺ
on the ground of untouchability causing punishment. That is punishment for not sale of goods or render service to a person on the reason of untouchability causing punishment. അതായത് ഒരു ഒരു വ്യക്തിക്ക് സാധനങ്ങൾ വിൽക്കാതിരിക്കുന്നതോ അതുപോലെ സേവനം നൽകാതിരിക്കുന്നതോ അതിന് കാരണം പറയുന്നത് അൺടച്ചബിലിറ്റി ആണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. ഇംപ്രസൺമെൻറ്റ് ഫ്രം 1 month to 6 months ആൻഡ് ഫൈൻ 100 to 500. അവന് ശിക്ഷ 100 രൂപ മുതൽ 500 രൂപ വരെ ഫൈനും അതുപോലെ തടവ് ശിക്ഷ 1 മാസം മുതൽ 6 മാസം വരെ ആയിരിക്കുന്നതാണ്. ഈ 3 മുതൽ 6 വരെയുള്ള എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷാ കാലാവധി 1 മാസം മുതൽ 6 മാസം വരെയും ഫൈൻ 100 രൂപ മുതൽ 500 രൂപയുമാരാണ്. ഇനി നെക്സ്റ്റ് വൺ സെക്ഷൻ 7 പണിഷ്മെൻറ്റ് ഫോർ അതർ ഒഫൻസ് അറൈസിങ് ഔട്ട് ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മയെ കാരണം ചെയ്യുന്ന അത് മറ്റ് കുറ്റങ്ങൾക്ക് ഉള്ള ശിക്ഷയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എൻകറേജിങ് ദ അൺടച്ചബിലിറ്റി ബൈ എനി മീൻസ് ഓഫ് any words or visible representation and prevent the right of any person on the ground of untouchability. The punishment is 1 month to 6 months and fine rupees to 100. അപ്പോൾ ഇതിൽ പറയുന്നത് എൻകറേജിങ് ദി അൺടച്ചബിലിറ്റി ബൈ എനി മീൻസ് ഓഫ് ഓർ എനി വേർഡ്സ് ഓർ വിസിബിൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ബൈ എനി മീൻസ് ദ റൈറ്റ്സ് ഓഫ് untouchability is denied by any person, then the person get a punishment on the ground of punishment of 1 month to 6 months and fine rupees 100 to 500. അതായത് ഏതെങ്കിലും വ്യക്തി ഈ തൊട്ടുകൂടായ്മ പ്രോത്സാഹിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞാൽ അത് വാക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ആംഗ്യങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒരാളെ അവകാശങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ അവന് ശിക്ഷ 1 മാസം മുതൽ 6 മാസം വരെ ശിക്ഷയും 100 രൂപ മുതൽ 500 രൂപ ഫൈനുമാണ്. ദെൻ സെക്ഷൻ 7A, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 7 ഈസ് അൺലോഫുൾ കമ്പൽസറി ലേബർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് അൺടച്ചബിലിറ്റി. അൺലോഫുൾ കമ്പൽസറി ലേബർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് നിർബന്ധമായി ഒരു ജോലി ചെയ്യിപ്പിക്കുക. കമ്പൽഷൻ ടു റിമൂവ് ആൻഡ് ബറിയൽ ഓഫ് ഡെഡ് ബോഡി, കർക്കാസ് ഓഫ് ആനിമൽ എക്സെട്ര. അതായത് ഒരു വ്യക്തിയെ നിർബന്ധിച്ച് തൊട്ടുകൂട്ടി അൺടച്ചബിലിറ്റി താഴ്ന്ന ജാതിക്കാരനെ നിർബന്ധിച്ചിട്ട് ഒരു ജോലി ചെയ്യിക്കുക. അതായത് ബറിയൽ ഓഫ് ഡെഡ് ബോഡി, ശവശരീരം അടക്കം ചെയ്യുക. കർക്കസ് ഓഫ് ആനിമൽ, മൃഗങ്ങളുടെ ചത്ത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പറയാം. ഇതെല്ലാം ചെയ്യുന്നത് അൺടച്ചബിലിറ്റി കാരണമാണെങ്കിൽ അവന് പണിഷ്മെൻറ്റ് കുറച്ച് 3 months to 6 months, അതിന് 3 മാസം മുതൽ 6 മാസം വരെ പണിഷ്മെൻറ്റ് തടവ് ശിക്ഷയും ആൻഡ് ഫൈൻ റുപ്പീസ് 100 to 500, 100 രൂപ മുതൽ 500 രൂപ വരെ ഫൈനും ഈടാക്കുന്നതാണ്. സെക്ഷൻ 7(1)(a), it is also important. Any reprisal or revenge of offense against a person or property on the ground of untouchability, the punishment is not less than 2 years punishment and fine. ഇത് ഒരു കൂടുതൽ കഠിനമായ ശിക്ഷയാണ് ഇതിനുള്ളത്. സെക്ഷൻ 7, എനി reprisal or revenge offense against a person or property on the ground of untouchability, the punishment is not less than 2 years punishment and fine. ഒരു വ്യക്തിയുടെക്കെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടി അവൻ്റെ വസ്തുക്കൾ എടുക്കുകയോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നാൽ ആണ്
പട്ടികജാതിക്കാരനായോടുകൂടി ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറുക ചെയ്തു കഴിഞ്ഞാൽ, അവനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ 2 years പണിഷ്മെൻറ്റ് ആൻഡ് ഫൈൻ, 2 വർഷ ശിക്ഷയും ഫൈനുമാണ്. ദെൻ സെക്ഷൻ 8, resumption or revoke the license. The resumption or revoking the license of this of the person of this offense. Any shop or service provider not ready to sell things or provided service on account of untouchability, license shall be cancelled. The court trial the case and ordered the government to cancel the license. Resumption or revoke the license means any shop or service provider not ready to sell things or provide service on account of untouchability, license shall be cancelled. അതായത് അൺടച്ചബിലിറ്റി കാരണം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും സാധനങ്ങൾ ഒരു കച്ചവടക്കാരന് സാധനങ്ങൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ, അതായത് സേവനം നൽകുന്ന ഒരു വ്യക്തി അതിൻ്റെ സേവനം നിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഷോപ്പിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതാണ്. ഈ ക്യാൻസൽ ചെയ്യാനുള്ള കോടതി ഉത്തരവ് ഗവൺമെൻറ് ഉണ്ടാവും. ഗവൺമെൻറ് അത് പ്രകാരം ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതാണ്. And then next section 9, resumption of suspension or grants. A grant in aid education institution denied the admission of a students on the account of untouchability, the government suspend or cancel the grant. Section 9, resumption of suspension or grants. Any grant in aid education institution denied the admission of students on the account of untouchability, the government shall suspend or cancel the grant. അതായത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗ്രാൻറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങൾ, ആ ഗ്രാൻറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയെ അൺടച്ചബിലിറ്റി കാരണം അതിൻ്റെ പ്രവേശനം നിഷേധിച്ചാൽ സർക്കാർ ആ സ്ഥാപനത്തിൻ്റെ ഗ്രാൻറ്റ് ക്യാൻസൽ ചെയ്യുന്നതായിരുന്നു. Cancel the grant of that institution. സെക്ഷൻ 10 മുതൽ 13 വരെയാണ് ഈ പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 10, abatement of offence. Those who done abatement to do offence or suppress evidence of offence, provide help to offenders, are to be punished according to the section. സെക്ഷൻ 10 പ്രകാരം abatement ഓഫ് ഒഫൻസ്, അതായത് ഒരു കുറ്റങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രേരണ ചെയ്യുന്നവർ, ഒരു കുറ്റം ചെയ്യാൻ പ്രേരണ ചെയ്യപ്പെടുന്നത് അബേറ്റ്മെൻറ്റ്. ദോസ് ഹു ഡൺ അബേറ്റ്മെൻറ്റ് ടു ഒഫൻസ്, ഇതിൽ പറയുന്ന കുറ്റങ്ങൾ പ്രേരണ ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ, അല്ലെങ്കിൽ ടു സപ്രസ് ദ എവിഡൻസ് ഓഫ് ഒഫൻസ്, അതായത് ഇതിൻ്റെ എവിഡൻസ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഹെൽപ്പ് ഒഫൻഡേഴ്സ് ആർട്ട് എന്ന് ഈ ഇതിൽ വരുന്ന കുറ്റവാളികളെ സഹായിച്ചാൽ അവർക്കൊക്കെ പണിഷ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഈ സെക്ഷൻ പ്രകാരം ശിക്ഷ വിധിക്കുന്നതാണ്. സെക്ഷൻ 10A powers to impose collective fine by state government. State government can impose fine to a group of people or community or society or colony who enforce offense in this act towards individual. ഇത് സംസ്ഥാന ഗവൺമെൻറ്റുള്ള പ്രത്യേക അധികാരമാണ്. അതായത് ഒരു വ്യക്തിയെ ഒരു കോളനിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ജനങ്ങളോ അല്ലെങ്കിൽ ഒരു കോളനിയിലോ എന്നാണ് ഒരു വ്യക്തിയെ പട്ടികജാതിക്കാരനായതിൻ്റെ കാരണത്താൽ അവനോട് തൊട്ടുകൂടായ്മ നടത്തി കഴിഞ്ഞാൽ ആ കോളനിയിലെ എല്ലാവർക്കും, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മുഴുവൻ ആളുകൾക്കും അവർ ഫൈൻ ഈടാക്കാൻ
സംസ്ഥാന ഗവൺമെൻറ് അധികാരമുണ്ട്. ആ ഗ്രൂപ്പിലെ മുഴുവൻ ജനങ്ങൾക്കും, അല്ല കോളനിയിലെ ജനങ്ങൾക്ക് മുഴുവൻ, ആ ആ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും പ്രത്യേകിച്ച ഫൈൻ ഈടാക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 10A. സെക്ഷൻ 11 enhanced penalty for subsequent conviction. When the offence repeated secondly, the punishment is 2 months to 6 months imprisonment and fine rupees to 500. Enhanced penalty for subsequent conviction. Then that means the punishment were repeated offense, repeated conviction. When the offense repeated secondly, the punishment is 2 months to 6 months imprisonment and fine rupees 200. അപ്പോൾ തുടർച്ചയായി കുറ്റങ്ങൾ ചെയ്യുന്നവർ ഒരിക്കൽ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് അവന് വീണ്ടും കുറ്റം ചെയ്ത് അവനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് ശിക്ഷ കൂടുതലായിരിക്കും. അവന് ശിക്ഷ 2 months to 6 months imprisonment and fine 200 to 500. അതായത് 2 മാസം മുതൽ 6 മാസം വരെ തടവ്, ഫൈൻ 200 മുതൽ 500 വരെ. വീണ്ടും ശിക്ഷിക്കപ്പെടുക തേർഡ് ടൈം പണിഷ്മെൻറ്റ് ഫ്രം 1 year to 2 year and fine 500 to rupees 1000. വീണ്ടും ശിക്ഷിക്കപ്പെട്ടാൽ, മൂന്നാം പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ട് അവൻ്റെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. ശിക്ഷ കാലാവധി ഇംപ്രസൺമെൻറ്റ് തടവ് ശിക്ഷ 2 year 1 year to 2 year, 1 വർഷം മുതൽ 2 വർഷം വരെ ആയിരിക്കും. ഫൈൻ 500 രൂപ 1000 രൂപ വരെ ആയിരിക്കും. ആണ് എൻഹാൻസ്ഡ് പെനാൾട്ടിമെൻറ്റ് ഫോർ സബ്സിക്വൻറ്റ് കൺവിക്ഷൻ. അതായത് തുടർച്ചയായി വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്യുന്ന കുറ്റവാളിക്ക് ഉള്ള ശിക്ഷ. Then section 12 presumption by court. When accused person is SC or ST, court can presume that being a lower caste person he is excused. അതായത് ഒരു കുറ്റത്തിൽ ഒരു SC STക്കാരൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്ക് മുൻധാരണ പ്രസംഷൻ ചെയ്യാം ദാറ്റ് ബീയിങ് എ ലോവർ കാസ്റ്റ് പേഴ്സൺ ഹി ഈസ് എക്സ്ക്യൂസ്ഡ്. പട്ടികജാതിക്കാരനായതിനാൽ അവരുടെ പട്ടികവർഗത്തിൽ കിട്ടുന്ന താഴ്ന്ന ജാതിക്കാരനായതിനാലാണ് ഇവൻ കുറ്റവാളിയായത് എന്ന് കോടതിക്ക് പ്രസ്യൂം ചെയ്യാൻ പറ്റും. And then section 13 limitation of court. It is very important. What are the limitations of court in this case? Court cannot entertain case contrary to the act and not be passed a decree order contrary to the act. Like കോടതിക്ക് ഒരു ലിമിറ്റേഷൻ, കോർട്ട് cannot entertain case contrary to the act. ഈ നിയമത്തിന് എതിരായ ഒരു എതിരായ രീതിയിലുള്ള എതിരായി വരുന്ന കേസുകൾ, അതുപോലെ ഈ നിയമത്തിലെ വകുപ്പുകൾക്കെതിരായിട്ട് വിധി പ്രസ്താവിക്കാനോ ഒരു കോടതിക്കും അധികാരമില്ല. ഇതാണ് കോടതിയുടെ ഒരു പരിമിതി, ലിമിറ്റേഷൻ ഓഫ് ദി കോർട്ട്. Then section 10 abatement of offence. സെക്ഷൻ അത് പിന്നെ പറഞ്ഞ സെക്ഷൻ abatement of anybody abate the offence in this act or may anybody suppress the evidence of the offence under this act if a government officer shall not ready to investigate or charge the offence, he she shall be punished. അത് ഒരിക്കൽ പറഞ്ഞത് ഒന്നും കൂടി പറയാണ്. സെക്ഷൻ 10 എബേറ്റ് ദി ഒഫൻസ്. അതായത് ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുക, കുറ്റം ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് തെളിവ് നശിപ്പിക്കുക. അതുപോലെ ഇഫ് എ ഗവൺമെൻറ് ഒഫീഷ്യൽ ഷാൽ നോട്ട് റെഡി ടു ഇൻവെസ്റ്റിഗേറ്റ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാൽ ഇതിന് ഉയർന്ന ജാതിക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥൻ ഈ പട്ടികജാതിക്കാരനാണ്
പ്രതി പട്ടികജാതിക്കാരനെതിരായിട്ടുള്ള കുറ്റങ്ങൾ അന്വേഷിക്കാതെ നിന്ന് കഴിഞ്ഞാൽ, ഇഫ് എ ഗവൺമെൻറ് ഒഫീഷ്യൽ ഷാൽ നോട്ട് റെഡി ടു ഇൻവെസ്റ്റിഗേറ്റ് ഓർ ചാർജ് ഓഫൻസ്, കുറ്റം ചാർജ് ചെയ്യാതിരിക്കാൻ, ഈ ഷാൽ ബി പണിഷ്മെൻറ്റ്, ആ സർക്കാർ ഉദ്യോഗസ്ഥനെ നിന്നാണ് പണിഷ് ചെയ്യുന്ന ശിക്ഷിക്കപ്പെടുന്നതാണ്. സെക്ഷൻ 10 പവർ ടു ഇമ്പോസ് കളക്റ്റീവ് ഫൈൻ. അതിന് വേണ്ടി പറഞ്ഞ കളക്റ്റീവ് ഫൈൻ സംസ്ഥാന ഗവൺമെൻറ് അധികാരമുണ്ട്. പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഇവിടെ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആർ ഡിസ്കസ്ഡ്. Only important sections are discussed. Section 1 short title commencement extent. Section 1 always defines short title commencement and extent. Then the name of the act is the Protection of Civil Rights 1955. It commenced from 1st June 1955. It extended all over India. In ബില്ലിൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് 1975. ഇത് പ്രവർത്തനം തുടങ്ങിയത്, ഈ ബില്ല് കമൻസ് ഫ്രം 1st June 1951. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ഓൾ ഓവർ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ദെൻ സെക്ഷൻ 2 ഡിഫൈൻസ്. സെക്ഷൻ 2 ഓൾവേസ് ഡിസ്കസ് അബൌട്ട് ഡെഫിനിഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ. Section 2A Civil Right. Civil right means rights accrued to a person due to Article 17 abolition of untouchability. 2A, it is very important. What is civil right? Civil right means rights accrued to a person due to Article 17 abolition of untouchability. Civil right എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലഭ്യമായ അവകാശം. ആർട്ടിക്കിൾ 17 ഭരണഘടന അനുച്ഛേദം 17 പ്രകാരം എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയ ആ ആർട്ടിക്കിൾ അനുച്ഛേദ പ്രകാരം ഒരു വ്യക്തിക്കുണ്ടാകുന്ന അവകാശമാണ് സിവിൽ റൈറ്റ്. ദെൻ സെക്കൻഡ്, നെക്സ്റ്റ് വൺ 2B പ്ലേസ്. Place. What is place? It includes house, building, premises, tents, vessels. Section 15A Duties of State Government. Protect the rights of this Act. State government should set up special courts and committees, provide legal aid to oppressed class to implement this Act. Section 15A, that is very important. Duties of State Government. സംസ്ഥാന ഗവൺമെൻറ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദിസ് ആക്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് സെറ്റ് അപ്പ് സ്പെഷ്യൽ കോർട്ട് ആൻഡ് കമ്മിറ്റി. സ്പെഷ്യൽ കോർട്ട് is set up by the state government in all districts, in all regions. Provide legal aid to oppressed class. That this legal aid should be given by government to this ST oppressed class to implement this act. അതായത് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക സെഷൻസ് കോടതികൾ ഓരോ ജില്ലകളിൽ അല്ലെങ്കിൽ ഓരോ മേഖലകളിൽ സ്ഥാപിക്കണം. മാത്രമല്ല ഇതിൽ പരാതി നൽകുന്ന പട്ടികജാതി ജനങ്ങൾക്ക് വേണ്ട ലീഗൽ എയ്ഡ്, അതായത് നിയമസഹായവും ചെയ്യണം, സർക്കാർ ചെയ്യേണ്ടതാണ്. ഈ നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. സെക്ഷൻ 16
acted to override other laws. It conflict if conflict comes from with other laws, the act to override it. Its section its that is section is the act to have preference upon other laws. Section 16 states about the override other laws. If conflict comes with other laws, this act to override it. അതായത് മറ്റ് നിയമങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിലെ വകുപ്പുകൾക്കാണ് മേൽക്കോയ്മ ഉണ്ടാവുക. That is section in this act have preference upon other laws. അതായത് മറ്റ് നിയമങ്ങൾ മറ്റ് നിയമങ്ങളുടെ വകുപ്പുകളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഈ നിയമത്തിലെ വകുപ്പുകൾക്കാണ് പ്രിഫറൻസിന് മേൽക്കോയ്മ ഉണ്ടാകുക. വിത്ത് ആക്ട് പ്രിഫറൻസ് അപ്പോൺ ദി അതർ ലോസ്. സെക്ഷൻ 16A probation to the offender do not apply to the age 14 years above. സെക്ഷൻ 16A പറയുന്നത് പ്രൊബേഷൻ വയസ്സിൻ്റെ കാരണത്തിലുള്ള ഇളവ്, ഈ നിയമത്തിലെ ഇളവ് വയസ്സുകാരൻ 14 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു പ്രൊബേഷൻ ഇളവും ഈ നിയമത്തിൽ ഒരു ഇളവും നൽകുകയില്ല. സെക്ഷൻ 16B ദ പവർ ഓഫ് മേക്കിംഗ് റൂൾസ് ആർ ലൈ ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ്. സെക്ഷൻ 16B പറയുന്നത് ഈ നിയമത്തിൽ നിയമത്തിൽ റൂളുകൾ ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. സെക്ഷൻ 17 റൈറ്റ് ടു റിപ്പീൽ സെൻട്രൽ ഗവൺമെൻറ് റിപ്പീൽ ലോസ്. ഇതിലെ ചില നിയമങ്ങൾ പിൻവലിക്കാനുള്ള അധികാരവും സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഇത്രയും റൂൾസുകളാണ് ഇതിൽ ഉള്ളത്. These are the all rules. Thank you once again.